ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കേരളം ഇതുവരെ അതിനെ എതിർത്തിട്ട് ഇപ്പോൾ കയറി ഒപ്പിട്ടോ? അപ്പോൾ ഇനി നാളെ മുതൽ ഈ പറയുന്ന വർഗീയ കാര്യങ്ങളൊക്കെയാണോ പഠിപ്പിക്കേണ്ടി വരിക? സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇനി അങ്ങനെ വരാൻ പോവുകയാണോ? അത് കേൾക്കുമ്പോൾ കുറേ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ വരും. അവർ പ്രക്ഷോഭം, അവർക്കത് താല്പര്യമില്ലാത്തവർ അത് കേരളം എന്തിനു വേണ്ടി അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ശ്രമിക്കും. ചില പാർട്ടികൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകും. കാരണം ഇത് രാജ്യം മുഴുവൻ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് ഒറ്റയടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകണം എന്നില്ല. ആ കൺഫ്യൂഷനിടയ്ക്ക് ഇതാണ് സുവർണാവസരം എന്ന് കരുതുന്നവർ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ സുവർണാവസരം തേടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആകുകയാണോ ഇപ്പോഴും ഈ ഘട്ടത്തിൽ കോൺഗ്രസും മറ്റു പാർട്ടികളുമൊക്കെ? നോക്കുക, നമ്മുടെ ഒരു സംസ്ഥാനത്ത് നമുക്ക് ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ, ഇന്നത്തെ BJP സർക്കാരിൻ്റെ കേന്ദ്രത്തിലെ ഇടപെടലുകൾ കൊണ്ടൊക്കെ സാമ്പത്തികമായി കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നതിലൊക്കെ തടസ്സങ്ങളുള്ളത് അങ്ങേക്കുൾപ്പെടെ അറിയാവുന്നതാണ്. അതെങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് തള്ളി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഓരോ നിമിഷവും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്, കേരളം പ്രത്യേകിച്ചും ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ സംസ്ഥാനത്ത് ഇത്തരം PM ശ്രീ പോലെയുള്ള പദ്ധതി തൽക്കാലം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി നേരത്തെ M ജയചന്ദ്രനും ഡോക്ടർ VPP ഒക്കെ പറഞ്ഞതുപോലെ കിട്ടേണ്ട പണം വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ വലിയ പ്രതിപക്ഷ പാർട്ടികളുണ്ടല്ലോ, കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുണ്ടല്ലോ. അവർ ദേശീയ തലത്തിലൊക്കെ മഹാസഖ്യത്തിൻ്റെയൊക്കെ ഭാഗമായി ഇടപെട്ട് കേന്ദ്രത്തിലെ ഭരണത്തിന് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർ അധികാരത്തിലേക്ക് വന്നാൽ നാളെ കേരളത്തിനും മറ്റുള്ളവർക്കുമൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് ഒരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടാകുക. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് പോലും നിന്ന് കൊടുക്കാതെ കോൺഗ്രസ് ഒക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നാളെ BJP തന്നെ ഈ ആവുന്നത്ര കാലത്തോളം ഭരിക്കുമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ കരുതുന്നതാണോ നമ്മൾ ഈ കാണുന്നത്? നോക്കൂ ഡോക്ടർ ലാലെ, നിങ്ങൾ കോൺഗ്രസിനെ വിട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ചയായത്? ഇത് കേരളത്തിലെ ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു സംവിധാനത്തില് CPI-ക്കായ, നിങ്ങൾ ഈ പറഞ്ഞ CPI-ക്കാർക്ക് മനസ്സിലായിട്ടില്ല. അവര് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ എതിർക്കും, ഇതെന്ത് സർക്കാർ എന്ത്. ബിനോയ് വിശ്വം പത്രസമ്മേളനം നടത്തി ചോദിച്ചു, ഇത് LDF അല്ല, ഇത് LDF-ന്റെ നയമല്ല എന്ന് CPI പറഞ്ഞപ്പോഴാണ് വിവാദമായത്, കോൺഗ്രസ് അല്ല. അപ്പൊ CPI-ക്ക് VPP മുസ്തഫ പറയുന്ന കാര്യം ബിനോയ് വിശ്വത്തിന് മനസ്സിലായിട്ടില്ലെന്നാ പറഞ്ഞത്, 4 മന്ത്രിമാർക്ക് മനസ്സിലായിട്ടില്ലെന്നാ പറഞ്ഞത്. താങ്കൾക്ക് മനസ്സിലായോ? നമുക്ക് ബിനോയ് താങ്കൾ ഒന്ന് ബിനോയ് വിശ്വത്തോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിത് ബിനോയ് വിശ്വ നമുക്കൊക്കെ അറിയാം, അദ്ദേഹത്തിന് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അവർ തമ്മിൽ ചർച്ച ചെയ്യട്ടെ. ബിനോയ് വിശ്വവും പിന്നെ ഗോവിന്ദ മാഷും ഒക്കെ ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കൾ CPI ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ്, CPIയുടെ നാവിൽ നിന്നുകൊണ്ട് താങ്കൾ പറയുന്നത് കൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ഡോക്ടർ ലാല, ഇങ്ങനത്തെ അനാവശ്യ ചോദ്യം ചോദിക്കില്ലേ? ഇടതു മുന്നണിക്ക് നയമുണ്ടോ, സർക്കാരിന്റെ നയമുണ്ട് എന്ന് പറഞ്ഞത് CPI ആണ്. CPI പറഞ്ഞു ഈ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ CPM പറയുന്നത് എന്താണ്? CPM പല രീതിയിലാണ് പറയുന്നത്. MA ബേബി ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ കേരളത്തിൽ നടപ്പാക്കില്ല, വിശ്വാസം എടുക്കും CPI എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പോ നടപ്പാക്കിയതിന് ശേഷം നടപ്പാക്കിയത് എങ്ങനെയാ? കോൺഗ്രസ് ഗവൺമെന്റിൽ നടപ്പാക്കിയപ്പോൾ അവിടെ ഒരു വിവാദം ഉണ്ടായില്ല. ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതെന്തുകൊണ്ടാണ് സാർ? അത് താങ്കൾ പറയൂ, താങ്കൾക്ക് പറയാൻ താല്പര്യമില്ലേ? കോൺഗ്രസ് അവിടെ നടപ്പിലാക്കിയപ്പോൾ എന്തുകൊണ്ട് വിവാദം ഉണ്ടായില്ല? അവിടെ ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങളൊക്കെ വിമർശിക്കുന്ന ഈ പറയുന്ന വർഗീയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് സോൾവ് ചെയ്തിട്ടാണ് അവിടെ നടപ്പിലാക്കിയത്. നോക്കൂ, നിങ്ങളെ വെറുതെ ഇടപെട്ട് എൻ്റെ സമയം കളയല്ലേ. അതായത് കോൺഗ്രസ് ഗവൺമെന്റ് ഈ കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് മാന്യമായിട്ട് ചർച്ച ചെയ്ത് പരസ്യമായിട്ട് നടപ്പാക്കിയതാ, അല്ലാതെ ഘടകകക്ഷികളെ അറിയിക്കാതെ പോയിട്ട് ഡൽഹി പോയിട്ട് ഒപ്പിട്ടതല്ല. ആ ചർച്ച ചെയ്യലിൽ ഇത് ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കുകയാണ്, വർഗീയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും, നമുക്കത് അംഗീകരിച്ചു പോകാമെന്നാണോ? അതോ ഇപ്പോൾ CPM-ഉം CPI-യും ഒക്കെ പറയുന്നത് പോലെ കോർപ്പറേറ്റുകൾക്കെതിരെ മതേതരത്വം ഉണ്ടാകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രമേ നടപ്പിലാക്കൂ എന്ന തരത്തിലൊരു കാര്യം ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടാണോ അവർ നടപ്പിലാക്കിയത്?